ഹായ്, നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഈത്തപ്പഴം ജ്യൂസ് അല്ലെങ്കിൽ ഈത്തപ്പഴം വെള്ളം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതായിരിക്കും നോമ്പ് തുറക്കാൻ ഏറ്റവും പറ്റിയ ജ്യൂസ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഞാനിവിടെ 2 കപ്പ് ഈത്തപ്പഴം ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം നല്ല ചൂടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഏകദേശം 2 മണിക്കൂർ ആകുമ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വരും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഡേറ്റ്സ് കുതിർന്നും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും കൂടുതൽ സത്ത് കിട്ടുന്നത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴാണ്. അപ്പം മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഈത്തപ്പഴത്തിന് നല്ല മധുരം ആണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. സാധാ ഷുഗർ ചേർത്താലും മതി. ബ്രൗൺ ഷുഗർ ചേർത്താൽ ഈത്തപ്പഴ വെള്ളത്തിന് നല്ല കളർ കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അടയ്ക്കുന്ന മുമ്പേ വാവ അടച്ചു. ഇത് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുത്ത ജ്യൂസാണ്. ഇനി ഇത് നമുക്ക് കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് തെളിഞ്ഞു വരും. അപ്പം നമ്മുടെ ഈത്തപ്പഴം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും പറ്റിയ ഡ്രിങ്ക്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണ്. വെള്ളത്തിൽ ആവശ്യത്തിന് ഡേറ്റ് സിറപ്പ് കലക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.